Assalamu alaikum wa rahmatullahi wa barakatuh. Bismillahirrahmanirrahim. Alhamdulillahi wa bihi nasta'in. Wa sallallahu wa sallama wa baraka ala nabiyyina Muhammadin wa ala alihi wa ashabihi ajma'in. Thumma amma ba'd. സഹോദരന്മാരെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം നബി സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരെ കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തെരഞ്ഞെടുത്ത മഹദികളാണ്. അവർക്ക് ഏറെ ശ്രേഷ്ഠതയും മഹത്വവുമുണ്ട്. അവരുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ നിസാ അൻ-നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ. യാ നിസാ അൻ-നബി, പ്രവാചക പത്നിമാരെ, ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ, നിങ്ങൾ ഇതര സ്ത്രീകളെപ്പോലെയല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റു സ്ത്രീകളെ അപേക്ഷിച്ച് മഹത്വമുള്ളവരും അതേപോലെ മേന്മയുള്ളവരുമാണ് എന്നുള്ളതാണ്. അവർക്ക് മഹത്വവും ശ്രേഷ്ഠതയുമുള്ളത് കാരണത്താലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസനായ സൃഷ്ടികളിൽ ഉത്തമനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങളുടെ ഇണകളായി കിടപ്പറ പങ്കിടുന്നവരായി അവരെ പ്രത്യേകം തെരഞ്ഞെടുത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ വിശ്വാസികളുടെ മാതാക്കളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അൻ-നബിയ്യു ഔലാ ബിൽ മുഅ്മിനീൻ വ അസ്വാജുഹു ഉമ്മഹാതുഹും. അൻ-നബിയ്യു ഔലാ ബിൽ മുഅ്മിനീൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഹമ്മദ് നബി മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കടപ്പെട്ടവനും ബാധ്യതയുള്ളവനുമാണ്. നമ്മൾക്ക് ഏറ്റവും ബാധ്യതയും കടപ്പാടുമുള്ളത് നബി തങ്ങളോടാണ്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വ അസ്വാജുഹു, ആ പ്രവാചകന്റെ ഇണകൾ, ഉമ്മഹാതുഹും, അവരുടെ മാതാക്കളാണ്. അപ്പൊ വിശ്വാസികളുടെ മാതാക്കളാണ് നബി സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങളുടെ പത്നിമാർ. ഉമ്മഹാതുഹും എന്ന് പറഞ്ഞത് അവരുടെ മാതാക്കൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ആ മാതാക്കളെ വിശ്വാസികളിലേക്ക് ഇദാഫത്ത് ചെയ്തിരിക്കുകയാണ്, ചേർത്തിരിക്കുകയാണ്. അത് ആ മാതാക്കളുടെ സ്ഥാനവും ശ്രേഷ്ഠതയുമാണ് അറിയിക്കുന്നത്. കഅബത്തിനെ കുറിച്ച് പറയും ബൈത്തുള്ള, അള്ളാഹുവിന്റെ ബൈത്ത് എന്ന്. അതെന്തിനാ അങ്ങനെ പറയണത്? ആ ബൈത്തിന്റെ സ്ഥാനം അറിയിക്കാനാണ്. അതിനുവേണ്ടിയാണ് ഇദാഫത്ത്. ബൈത്തിന്റെ മൻസിലത്തും ഷറഫും മഹത്വവും സ്ഥാനവും അറിയിക്കാനാണ് ബൈത്തുള്ള എന്ന് പറയുന്നത്. അതേപോലെയാണ് വിശ്വാസികളിലേക്ക് അസ്വാജ്, റസൂലുള്ളാഹിന്റെ ഭാര്യമാരെ ഇദാഫത്ത് ചെയ്തതിൽ അത് അവരുടെ സ്ഥാനവും മഹത്വവും അറിയിക്കാനാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വിശ്വാസികളുടെ മാതാക്കളാണ് റസൂലുള്ളാഹിന്റെ ഭാര്യമാർ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് പറഞ്ഞു, വല അൻ തൻകിഹു അസ്വാജഹു മിൻ ബഅദിഹി അബദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയോഗാനന്തരം നബിയുടെ ഭാര്യമാരെ വിവാഹം കഴിക്കുവാൻ നിങ്ങൾക്ക് പാടുള്ളതല്ല, വിശ്വാസികൾക്ക്. അപ്പൊ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരെ വിവാഹം കഴിക്കാൻ പാടുള്ളതല്ല തിരുനബിയുടെ വിയോഗശേഷം എന്ന. ഇത് ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ മഹത്വമാണ് അറിയിക്കുന്നത്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരുടെ മേൽ സലാത്ത് നിർവഹിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. നമ്മൾക്കറിയാം,
നമ്മൾ റസൂലുള്ളാഹിന്റെ പേരിൽ സലാത്ത് ചൊല്ലും. അതേപോലെ നബി കുടുംബത്തിൽ അവരുടെ പേരിൽ സലാത്ത് ചൊല്ലും. ആ സലാത്ത് പഠിപ്പിക്കപ്പെട്ടപ്പോൾ റസൂലുള്ളാഹിന്റെ ഭാര്യമാർ നബി കുടുംബത്തിൽപ്പെട്ടവരായിട്ടും ഭാര്യമാരെ പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാത്തിൽ പരിഗണിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ സഹാബത്ത് റസൂലുള്ളാഹിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് കൈഫ നുസല്ലി അലൈക്, അള്ളാഹുവിന്റെ റസൂലേ ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് സലാത്ത് ചൊല്ലുക? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൂലു, നിങ്ങൾ പറയുക ഇപ്രകാരം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ അസ്വാജിഹി വ ദുർരിയ്യതി കമാ സല്ലൈത അലാ ആലി ഇബ്രാഹിം വ ബാരിക് അലാ മുഹമ്മദിൻ വ അസ്വാജിഹി വ ദുർരിയ്യതി കമാ ബാരക്ത അലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് സലാത്ത് ചെല്ലാൻ. അപ്പൊ സലാത്ത് പഠിപ്പിക്കുകയാണ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ, അള്ളാഹുവെ മുഹമ്മദിന്റെ മേൽ നീ സലാത്ത് ചെല്ലണമേ, സലാത്ത് നിർവഹിക്കണമേ. അള്ളാന്റെ സലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു പ്രശംസിക്കലും പുകഴ്ത്തലുമാണ്. അള്ളാഹു അവന്റെ റഹ്മത്ത് അവതരിപ്പിക്കലാണ്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് സലാത്ത് ചൊല്ലൽ. അപ്പൊ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ, അള്ളാഹുവെ മുഹമ്മദ് നബിയുടെ മേൽ നീ സലാത്ത് നിർവഹിക്കണമേ. വ അസ്വാജിഹി വ ദുർരിയ്യതിഹി, മുഹമ്മദ് നബിയുടെ ഭാര്യമാരുടെ മേൽ, വ ദുർരിയ്യതിഹി അദ്ദേഹത്തിന്റെ സന്താനങ്ങളുടെ മേൽ, കമാ ബാരക്ത അലാ ആലി ഇബ്രാഹിം ഇബ്രാഹിമിന്റെ കുടുംബത്തിന് നീ ബർക്കത്ത് ചൊരിഞ്ഞതുപോലെ. അപ്പൊ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കുടുംബത്തിന് സാറ, ഹാജർ, ഇസ്മായിൽ, ഇസ്ഹാഖ്, യാക്കൂബ് തുടങ്ങിയവർക്ക് അള്ളാഹു ബർക്കത്ത് ചൊരിഞ്ഞതുപോലെ മുഹമ്മദ് നബിയിലും ഭാര്യമാരിലും സന്താനങ്ങളിലും അള്ളാഹുവെ നീ സ്വലാത്ത് നിർവഹിക്കണമേ എന്ന് പഠിപ്പിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. മാത്രമല്ല കമാ സല്ലൈത അലാ ആലി ഇബ്രാഹിം, കമാ സല്ലൈത അലാ ആലി ഇബ്രാഹിം എന്നാണ്, ഞാൻ കമാ ബാരക്ത അലാ ആലി ഇബ്രാഹിം എന്നാ പറഞ്ഞത്. പിന്നെ റസൂലുള്ളാഹി പഠിപ്പിക്കാണ് അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വ അസ്വാജിഹി വ ദുർരിയ്യതി, മുഹമ്മദ് നബിയുടെ മേൽ, മുഹമ്മദ് നബിയുടെ ഭാര്യമാരുടെ മേൽ, സന്തതികളുടെ മേൽ നീ ബർക്കത്ത് ചൊരിയണമേ. കമാ ബാരക്ത അലാ ആലി ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ കുടുംബത്തിൽ നീ ബർക്കത്ത് ചൊരിഞ്ഞതുപോലെ. ഇന്നക ഹമീദും മജീദ്, അള്ളാഹുവെ നീ സ്തുത്യർഹനും നീ ഉന്നതനുമാകുന്നു. ഈ ഹദീസ് ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്നതാണ്. ഇവിടെ എന്താ വിഷയം? ഇവിടെ വിഷയം സഹാബത്ത് ചെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് സലാത്ത് ചെല്ലേണ്ടത് നബിയുടെ മേൽ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാത്ത് പഠിപ്പിക്കുകയാണ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ അസ്വാജിഹി വ ദുർരിയ്യതി, മുഹമ്മദ് നബിക്ക്, ഭാര്യമാർക്ക്, സന്താനങ്ങൾക്ക് നീ സലാത്ത് നിർവഹിക്കണമേ. കമാ സല്ലൈത അലാ ആലി ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ കുടുംബത്തിന് സലാത്ത് നിർവഹിച്ചതുപോലെ. വബാരിക് അലാ മുഹമ്മദിൻ വഅലാ അസ്വാജിഹി വ ദുർരിയ്യതി കമാ ബാരക്ത അലാ ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ കുടുംബത്തിന് ബർക്കത്ത് ചൊരിഞ്ഞതുപോലെ മുഹമ്മദ് നബിയിലും ഭാര്യമാരിലും സന്താനങ്ങളിലും ബർക്കത്ത് ചൊരിയണമേ. അപ്പൊ ഈ പ്രാർത്ഥനയിൽ നമ്മൾ പഠിക്കേണ്ടത് എന്താ? റസൂലുള്ളാഹിന്റെ ഭാര്യമാർക്കുള്ള സ്ഥാനാണ്, സന്താനങ്ങൾക്കുള്ള സ്ഥാനാണ്. അവരുടെ മേൽ സലാത്ത് ചെല്ലുവാൻ അള്ളാഹു വഹിയേകിയതനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ ഭാര്യമാർക്കുള്ള മഹത്വവും സ്ഥാനവുമാണ് ഇത് അറിയിക്കുന്നത്. റസൂലുള്ളാഹിന്റെ പേരിൽ സലാത്ത് ചെല്ലാൻ കുറെ പദപ്രയോഗങ്ങളുണ്ട്. 7ഓളം ഹദീസുകൾ ആ വിഷയത്തിലുണ്ട്. അതിൽ നമ്മൾ പ്രസിദ്ധമായി നമ്മൾ സാധാരണ ചെല്ലാറുള്ളത് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ഇതേപോലെ വേറെയും ഹദീസുകളുണ്ട് സലാത്തിന്റെ രീതി പഠിപ്പിച്ചത്. അതിൽ ഇമാം ബുഖാരിയും മുസ്ലിമും അബൂ ഹുമൈദിൻ സാഇദി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ് ഈ ഹദീസ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ അസ്വാജിഹി വ ദുർരിയ്യതിഹി കമാ സല്ലൈത അലാ ആലി ഇബ്രാഹിം
വബാരിക് അലാ മുഹമ്മദിൻ വഅസ്വാജിഹി വദുർരിയതിഹി കമാ ബാറക്ത അലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. നമ്മുടെ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ പേരിൽ സലാത്ത് നിർവഹിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ച്, അത് റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ മഹത്വവും സ്ഥാനവുമാണ് അറിയിക്കുന്നത്. ഈ സമയം അനുബന്ധമായിട്ട് എനിക്ക് നിങ്ങളെ ഉണർത്താനുള്ളത്, നമ്മൾ ഇവിടെ റസൂലുള്ളാഹിന്റെ പേര് പറയുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് സലാത്ത് ചൊല്ലൽ നമ്മുടെ മേൽ ബാധ്യതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേട്ടിട്ട് സലാത്ത് ചൊല്ലാത്തവൻ പിശുക്കനാണ്. അവർക്ക് എതിരിൽ ചില മുന്നറിയിപ്പുകൾ വരെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയുമ്പോൾ നമ്മളൊക്കെ സലാത്ത് ചൊല്ലണം. തിരുനബിയുടെ പേരിൽ സലാത്ത് ചൊല്ലണം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വആലി മുഹമ്മദ്. അതേപോലെ റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ പേരിൽ, ദുർരിയത്തിന്റെ പേരിൽ നമ്മളെ സലാത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സലാത്തിൽ നമ്മൾ പിശുക്കന്മാരാകാൻ പാടില്ല. സലാത്ത് നമ്മൾ നിത്യമാക്കണം. പ്രത്യേകിച്ച് പറയപ്പെട്ട സന്ദർഭങ്ങളുണ്ട്, സലാത്ത് കൊണ്ട് പറയപ്പെട്ട സന്ദർഭങ്ങൾ. ഇപ്പൊ ബാങ്ക് കേട്ടാൽ സലാത്ത് ചെല്ലണം, രാവിലെ 10 തവണ സലാത്ത് ചെല്ലണം, വൈകുന്നേരം 10 തവണ സലാത്ത് ചെല്ലണം. വെള്ളിയാഴ്ച ദിവസം സലാത്ത് വർദ്ധിപ്പിക്കേണ്ട ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസം സലാത്ത് വർദ്ധിപ്പിക്കേണ്ട ദിവസമാണ്. നിസ്കാരത്തിൽ തശഹൂദിൽ സലാത്ത് ചെല്ലണം. ഇങ്ങനെ സലാത്ത് ചെല്ലൽ പ്രത്യേകം പറയപ്പെട്ട സന്ദർഭങ്ങളിൽ പ്രത്യേകം സലാത്ത് ചെല്ലുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയുമ്പോൾ, കേൾക്കുമ്പോൾ സലാത്ത് ചെല്ലുക. ഇതൊക്കെ നമ്മളുടെ മേൽ ബാധ്യതയാണ്. നമ്മളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ഹക്കുമാണ്, അവകാശവുമാണ്. ഇത് ആളുകൾ ഈ രീതിയിൽ തന്നെ മനസ്സിലാക്കണം. ചിലര് സലാത്ത് ഉണ്ട് എന്ന് അവർക്കറിയാം, പക്ഷെ സലാത്ത് വേറൊരു വിഭാഗത്തിന് തീരെ എഴുതിയതുപോലെയാണ്. സലാത്തിനൊരു മജ്ലിസ്, സലാത്തിനൊരു വാർഷികം, സലാത്തിനൊരു ചിരണ്ണി, സലാത്തിനൊരു കൈമടക്ക്, സലാത്തിനായിട്ട് കുറച്ച് മുസ്ലിയാക്കന്മാർ, കുറച്ച് മൗലാനമാർ, ഇങ്ങനെയാണ്. അങ്ങനെയല്ല, സലാത്ത് എല്ലാവരുടെ മേലും ബാധ്യതയാണ്. അൽ ബഖീലു മൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലൈ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, പിശുക്കൻ ഞാൻ പറയപ്പെട്ടിട്ടും എൻ്റെ പേരിൽ സലാത്ത് അല്ലാത്തവനാണ്. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയപ്പെട്ടു, എന്നിട്ട് സലാത്ത് ചെല്ലാത്തവൻ പിശുക്കനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അതെല്ലാവരുടെയും വിഷയത്തിലാണ്. ഇസ്ലാമിൽ സലാത്ത് ചെല്ലാൻ കൈമടക്കിന്റെ ആവശ്യമല്ല. ഇസ്ലാമിൽ സലാത്ത് ചെല്ലാൻ ഒരു പ്രത്യേക രാവിൽ ഒരു ഹലക്ക പ്രതീക്ഷിക്കേണ്ട ആവശ്യമല്ല. ഇസ്ലാമിൽ സലാത്ത് ചെല്ലാൻ ഒരു വാർഷികമല്ല. ഇസ്ലാമിൽ സലാത്തിന് പ്രത്യേക വിഭവമോ ചീരണി അതൊന്നുമില്ല. പിന്നെ അത് മുസൽമാന്റെ മേൽ ബാധ്യതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് നിർവഹിക്കുക എന്നുള്ളത്. സലാത്തിന്റെ പേരിൽ വാണിഭവും കച്ചവടവും ഉണ്ട്. ആ കച്ചവടക്കാർ ചൂഷണത്തിന്റെ ചെക്ക് പോയിന്റുകളാണ്. അവരാണ് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഓരോ ഉമ്മത്തിലെ വ്യക്തികളും സലാത്ത് ചെല്ലേണ്ടത് അവരുടെ മേൽ ബാധ്യതയാണ് എന്നുള്ള ധാരണ തെറ്റിച്ച് അതൊരു പ്രത്യേക വിഭാഗത്തിന്റെ കുത്തകയും അവരുടെ പ്രത്യേക ഏർപ്പാടുകളാക്കിയിട്ട് മാറ്റിയത്. അതുകൊണ്ടാണ് യഥാർത്ഥ സലാത്ത് പഠിപ്പിക്കുന്നവർ അവരുടെ ദൃഷ്ടിയിൽ സലാത്ത് ചെല്ലാത്തവർ, അവർക്കെന്താ വഹാബികൾ, സലാത്തില്ല, ദിക്റില്ല, ദുആയില്ല, ഒക്കെ കട്ടുമുറിച്ചവർ എന്ന് പറയും. യഥാർത്ഥത്തിൽ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് നിർവഹിക്കുന്നവരാണ്. എങ്ങനെ? യഥാർത്ഥത്തിലുള്ള സലാത്ത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പേര് പറയുമ്പോൾ സലാത്ത് ചെല്ലണം, പേര് കേൾക്കുമ്പോൾ സലാത്ത് ചെല്ലണം. ഇത് പറയുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ. ഞാൻ ചരിത്രത്തിൽ ഒരു സംഭവം വായിച്ചത്, സൗദി അറേബ്യയുടെ, ആധുനിക സൗദി അറേബ്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി രാജാവ്, അദ്ദേഹത്തോട് ഒരു വിഭാഗം കംപ്ലൈന്റ് പറയാൻ വേണ്ടി വന്ന്, വഹാബികൾ സലാത്ത് ചെല്ലാത്തവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ എന്നുള്ള കംപ്ലൈന്റ്. അപ്പോ അവര് ആരോപിക്കുന്ന വഹാബികളിൽ അവരുടെ നേതാവിനോടാണ് ഈ പറയുന്നത് വന്നിട്ട്.
അപ്പൊ ഈ ആരോപകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയുമ്പോഴൊക്കെ രാജാവ് സലാത്തില്ലാണ്, കേൾക്കുമ്പോഴൊക്കെ സലാത്തില്ലാണ്. ആ രാജാവിനോടാ പറയണ, രാജാവ് ഉൾപ്പെടുന്ന കുടുംബം അല്ലെങ്കിൽ ആ നാട്ടുകാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് ചെല്ലണില്ല എന്നുള്ളത്. അവസാനം കംപ്ലൈന്റ് കൊടുക്കാൻ വന്നവൻ ലജ്ജിച്ച് ഉത്തരം മുട്ടി മടങ്ങിപ്പോയി എന്നുള്ളതാണ്. ഈ യഥാർത്ഥ സലാത്ത് ചെല്ലുന്നവർ അവര് സലാത്ത് ചെല്ലാത്തവർ. എന്നാൽ സലാത്തിന്റെ പേരിൽ കച്ചവടം നടത്തുന്നവർ വലിയ സലാത്തിന്റെ ആളുകളും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് സലാത്ത് ചെല്ലുക എന്ന് പറഞ്ഞാൽ, സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഹൃദയത്തിൽ തട്ടിയുള്ള ഒരു ദുആയാണ്. അള്ളാഹുവിന്റെ സലാത്തും സലാമും അത് തിരുദൂതരിൽ പെയ്തിറങ്ങാൻ ഒരു വിശ്വാസി നടത്തുന്ന ദുആയാണ്. അത് പാട്ടായി, വലിയ ഘോഷമായി, അത് വലിയ ഒരു ഉത്സവമായി, വാർഷികമായി അവതരിപ്പിക്കുന്നവർ സലാത്തിന്റെ ആളുകൾ. അതൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അപ്പടി വന്നതാ? യഥാർത്ഥത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയുമ്പോൾ, ആ പേര് കേൾക്കുമ്പോൾ എല്ലാവരും ആബാലവൃദ്ധം ആൺ പെണ്ണ് വ്യത്യാസമില്ലാതെ സലാത്ത് ചെല്ലൽ ബാധ്യതയാണ്. അതാണ് ഈ സന്ദർഭത്തിൽ ഇതിന്റെ അനുബന്ധമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുനബിയുടെ ഭാര്യമാരുടെ മേൽ സലാത്ത് നിർവഹിക്കുവാൻ നമ്മളോട് പഠിപ്പിച്ചു. അതറിയിക്കുന്നത് എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ മഹത്വമാണ്, അവർക്കുള്ള ദീനിലുള്ള സ്ഥാനമാണ്. തിരുനബിയുടെ ഭാര്യമാർ നബി കുടുംബത്തിൽപ്പെട്ടവരാണ്. ആലു മുഹമ്മദ്, മുഹമ്മദിന്റെ കുടുംബം ശ്രേഷ്ഠതയുള്ള കുടുംബ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കുടുംബം ആരൊക്കെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ ഫാത്തിമ, സൈനബ്, റുഖയ്യ, ഉമ്മു കുൽസൂം, അൽ ഖാസിം, അബ്ദുള്ള, ഇബ്രാഹിം. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമക്കൾ. പിന്നെ നബി കുടുംബത്തിൽപ്പെട്ടവരാണ് ബനു ഹാഷിമിലെയും ബനിൽ മുത്തലിബിലെയും വിശ്വാസികൾ. അതിൽ ബനു ഹാഷിമിൽ ആലു അബ്ബാസ്, ആലു അഖീൽ, അതേപോലെ തന്നെ ആലു ജഅഫർ, ആലു അലി തുടങ്ങി അവരുടെ ഗണം കുറച്ച് നീണ്ടുപോകും. അതേപോലെ അഹ്ലുൽ ബൈത്തിൽ, ആലുൽ ബൈത്തിൽ നബി കുടുംബത്തിൽപ്പെട്ടവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ. അതിന്റെ തെളിവ്, ഒരിക്കൽ മുആവിയ റളിയല്ലാഹു തആലാന്റെ ഭരണകാലഘട്ടത്തിൽ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആലായുടെ അടുക്കലേക്ക് ഒരു പശുവിനെ സമ്മാനിച്ചു. ഒരു പശുവിനെ കൊണ്ടുവരപ്പെട്ടു. അപ്പൊ ഇതെന്താണ്? അപ്പൊ ആയിഷ ഉമ്മയോട് പറയപ്പെട്ടു, ഇത് സക്കാത്താണ്, സദഖയാണ്, സദഖയുടെ വകുപ്പിൽപ്പെട്ട പശുവാണ്. അപ്പോൾ ആയിഷമ്മ പറയാണ്, എന്താ പറഞ്ഞത്? ഇന്ന ആലു മുഹമ്മദ് ലാ തഹില്ലു ലനാ അസ്സദഖ, ഞങ്ങൾ നബി കുടുംബമാണ്, ഞങ്ങൾക്ക് സദഖ അനുവദനീയമല്ല. നബി കുടുംബത്തിന് സക്കാത്ത് തിന്നാൻ പാടില്ല, സദഖ ഹറാമാണ്. ആലുൽ ബൈത്തിന്റെയും അഹ്ലുൽ ബൈത്തിന്റെയും താരീഫിൽ, നിർവചനത്തിൽ പണ്ഡിതന്മാർ പറയുന്നത്, ആരാണ് അഹ്ലുൽ ബൈത്ത്? സദഖ നിഷിദ്ധമായവർ, അവർക്ക് സദഖ തിന്നാൻ പാടില്ല. സദഖ നിഷിദ്ധമായവരാരോ അവരാണ് നബി കുടുംബം. ഉമ്മുൽ മുഅ്മിനീൻ തനിക്ക് സമ്മാനിച്ച പശുവിനെ തിരസ്കരിക്കുകയാണ്. കാരണം എന്താ? ഞങ്ങൾ നബി കുടുംബമാണ്, നബി കുടുംബത്തിന് സദഖ പാടില്ല എന്നാണ് ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞത്. ഇത് നബി കുടുംബത്തിന്റെ മഹത്വമാണ് അറിയിക്കുന്നത്, അല്ല, റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ മഹത്വമാണ് അറിയിക്കുന്നത്. അവർ ആലുൽ ബൈത്തിൽ, അഹ്ലുൽ ബൈത്തിൽപ്പെട്ടവരാണ്. പിന്നെ അവരുടെ മറ്റൊരു മഹത്വം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്തുള്ള അവരുടെ ജീവിതം അതെങ്ങനെയുള്ള ജീവിതമായിരുന്നു? അടിപൊളി ജീവിതമായിരുന്നില്ല. റസൂലുള്ളാഹിന്റെ ഭാര്യമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ജീവിച്ചത് ഏറെ ഇടുങ്ങിയ ജീവിതമാണ്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല പറയുന്നത്, ഒരു ചന്ദ്രപ്പിറവി കഴിഞ്ഞു പോകും, മറ്റൊരു ചന്ദ്രപ്പിറവി കഴിഞ്ഞു പോകും, മൂന്നാമതൊരു ചന്ദ്രപ്പിറവി കഴിഞ്ഞു പോകും, നബിയുടെ വീട്ടിൽ അടുപ്പിൽ തീ പുകഞ്ഞിട്ടുണ്ടാവുകയില്ല എന്നാണ്. 3 മാസം അടുപ്പിൽ തീ പുകയാത്ത വീടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ ഹുജറകൾ, അറകൾ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ,
ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്. ആരോടെ പറയുന്നത്? ഉർവയോട് പറയാണ്. തന്റെ സഹോദരി അസ്മയുടെ മകൻ ഉർവയോട് പറയാണ്, മകനെ, റസൂലുള്ളാന്റെ വീട്ടിലെ അവസ്ഥ ഇതായിരുന്നു. അപ്പൊ ഉർവ ചോദിക്കുകയാണ്, ഉമ്മ, എങ്ങനെയാണ് നിങ്ങൾ ആ വീടുകളിൽ ജീവിതം തള്ളി നീക്കിയിരുന്നത്? അപ്പൊ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, മകനെ, അസുവദാനിയാണ്, പച്ചവെള്ളവും കാരക്കയുമായിരുന്നു വീട്ടിലെ ചെലവ്, അതായിരുന്നു വിഭവം. എന്നിട്ട് ആയിഷമ്മ പറയാണ്, പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് അൻസാരികളായ ചില അയൽവാസികൾ ഉണ്ടായിരുന്നു. ആ അയൽവാസികൾ അവരുടെ ഒട്ടകങ്ങളെ കറക്കുമ്പോൾ ആ ഒട്ടകത്തിന്റെ പാല് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് സമ്മാനിക്കും. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ഒട്ടകത്തിന്റെ പാല് സമ്മാനിക്കും റസൂലുള്ളാന്റെ അയൽവാസികൾ. ആ പാല് കിട്ടിയാൽ റസൂലുള്ള അതിൽ നിന്ന് തന്റെ ഭാര്യമാർക്ക് കുടിക്കാൻ പാല് നൽകാറുണ്ടായിരുന്നു എന്നാണ് ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്. അപ്പൊ റസൂലുള്ളാന്റെ ഭാര്യമാർ അവർ തിരുനബിയോടൊപ്പം ജീവിച്ച നാളിൽ അവരുടെ ജീവിതം എങ്ങനെയാണ്? അവരുടെ ജീവിതം ഈ വിധം ക്ഷമിച്ചും സഹിച്ചുമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാന്റെ ഭാര്യമാരുടെ വീടുകൾക്ക് പറയുന്ന പേരെന്താ? ബൈത്തല്ല, ഹുജറയാണ്. ഹുജറ എന്ന് പറഞ്ഞാൽ അറ എന്നർത്ഥം, റൂം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടേത് ഹുജുറാത്താണ്, അറകളാണ്. ആ അറകളിലായിരുന്നു അവർ പാർത്തിരുന്നത്. ഉമ്മുൽ മുഅ്മിനീൻ പറയുകയാണ്, മാ ശബിഅ ആലു മുഹമ്മദിൻ മിൻ ഖുബ്സി ബുർറിൻ മഅദൂമിൻ സലാസത അയ്യാമിൻ ഹത്താ യൽഹിഖ ബില്ലാഹി അസ്സ വജൽ. ആല് മുഹമ്മദ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം 3 ദിവസം തുടർച്ചയായി ഗോതമ്പ് റൊട്ടി കറി കൂട്ടി തിന്നിട്ടില്ല എന്നാണ്. അതുകൊണ്ട് വയറ് നിറച്ചിട്ടില്ല എന്നാണ്. ഹത്താ ലഹിക ബില്ലാഹി അസ്സ വജൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ. തിരുദൂതർ അള്ളാഹുവിനെ മരണത്തിലൂടെ കണ്ടുമുട്ടുന്നത് വരെ നബി കുടുംബം 3 ദിവസം തുടർച്ചയായിട്ട് ഗോതമ്പ് റൊട്ടി വയറ് നിറച്ച് കറിയിൽ മുക്കി തിന്നിട്ടില്ല എന്നാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ തിരുദൂതരോടൊപ്പമാണ് ക്ഷമിച്ചും സഹിച്ചും സഹകരിച്ചും ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ജീവിച്ചത്. ഒരിക്കൽ ജീവിത വിഭവത്തിൽ ഒരഭിവൃദ്ധി ഭാര്യമാർ റസൂലുള്ളാഹിയോട് ആവശ്യപ്പെട്ട്, മനുഷ്യ സഹജാണ്, അവർ അല്പം ഭൗതികത തിരുദൂതരോട് ആവശ്യപ്പെട്ട്. ഈ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ആയത്തിറക്കി. എന്താ ആയത്ത്? യാ അയ്യുഹൻ നബി ഖുൽ ലി അസ്വാജിക് ഇൻ കുൻതുന്ന തുരീദിനൽ ഹയാത്തദ് ദുനിയ വസീനതഹ ഫതആലൈന ഉമത്തിഉകുന്ന വഉസരിഹുകുന്ന സറാഹൻ ജമീല വഇൻ കുൻതുന്ന തുരീദിനല്ലാഹ വറസൂലഹു വദ്ദാറൽ ആഖിറ ഫഇന്നല്ലാഹ അഅദ്ദ ലിൽ മുഹ്സനാതി മിൻകുന്ന അജ്റൻ അദീമ. തിരുനബിയോട് അല്ലാഹു പറയാണ് ഭാര്യമാരെ വിളിക്കാൻ. എന്നിട്ട് ഭാര്യമാരോട് പറയണം, ഇൻ കുൻതുന്ന തുരീദിനൽ ഹയാത്തദ് ദുനിയ വസീനതഹ, ഭൗതിക ജീവിതവും അതിലെ അലങ്കാരങ്ങളുമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഫതആലൈൻ, വരൂ, ഉമത്തിഉകുന്ന വഉസരിഹുകുന്ന സറാഹൻ ജമീല, നിങ്ങൾക്ക് മതാഴ് നൽകി, ഭൗതിക വിഭവങ്ങൾ നൽകി ഞാൻ നിങ്ങളെ വിവാഹമോചനം നടത്തി നിങ്ങളെ നല്ല രീതിയിൽ വിട്ടയക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ പോകാം, നിങ്ങൾക്ക് വിഭവങ്ങൾ ഞാൻ നൽകാം. ഇത് അള്ളാഹു ആയത്തിറക്കിയിട്ട് ഭാര്യമാരോട് പറയാൻ റസൂലുള്ളാഹിയോട് പറയാണ്. എന്നിട്ട് അള്ളാഹു പറയാണ്, വഇൻ കുൻതുന്ന തുരീദിനല്ലാഹ വറസൂലഹു വദ്ദാറൽ ആഖിറ, അതല്ല അള്ളാഹും അള്ളാഹുവിന്റെ റസൂലും സ്വർഗവുമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഫഇന്നല്ലാഹ അഅദ്ദ ലിൽ മുഹ്സനാതി മിൻകുന്ന അജ്റൻ അദീമ, പ്രവാചക പത്നിമാരെ, നിങ്ങളിൽ സുഹൃതം പ്രവർത്തിക്കുന്നവർക്ക് അള്ളാഹു മഹത്തായ പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഭാര്യമാരോട് പറയാൻ വേണ്ടിയിട്ട് അള്ളാഹു പറഞ്ഞു. തിരുനബി ഭാര്യമാരെ വിളിച്ച് എന്നിട്ട് ഭാര്യമാരോട് പറഞ്ഞ്, അള്ളാഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്താ വേണ്ടത്? ദുനിയാവ് വേണോ? ദുനിയാവ് തരാം, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തോട് ചെന്ന് ചേരാം. അതല്ല അള്ളാഹുവേയും റസൂലിനെയും സ്വർഗത്തെയുമാണ് വേണ്ടത് എങ്കിൽ ഈ ഇല്ലായ്മയിൽ, ഈ കഷ്ടതയിൽ എന്നോടൊത്ത് സഹകരിക്കുവാൻ നിങ്ങൾ ഒരുക്കമാകണം എന്നാ പറഞ്ഞത്. എന്താ റസൂലുള്ളാന്റെ ഭാര്യമാര് ചെയ്തത്? റസൂലുള്ള അപ്പൊ തന്നെ ഉരുളക്ക് ഉപ്പേരി മറുപടി ചോദിച്ചില്ല. റസൂലുള്ള പറഞ്ഞ എല്ലാരോടും പോകാൻ പറഞ്ഞു, എന്നിട്ട് വാപ്പാരോട് ചോദിക്കാൻ പറഞ്ഞു, കുടുംബത്തോട് അന്വേഷിക്കാൻ പറഞ്ഞു. ഇങ്ങനെ ഒരു ഖീറത്ത്, തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യമുണ്ട്. ദുനിയാവ് വേണോ? ദുനിയാവ് കിട്ടും, എന്നിട്ട് കുടുംബം പറ്റാം. അതല്ല അള്ളാഹും റസൂലും അന്ത്യനാളുമാണ് വേണ്ടത് എങ്കിൽ രണ്ടാലൊന്ന് തെരഞ്ഞെടുക്കാം. കുടുംബത്തോട് കൂടിയാലോചിക്കാൻ പറഞ്ഞു. എന്താ സംഭവിച്ചത്? എല്ലാ ഭാര്യമാരും അവരുടെ വീട്ടിലേക്ക് ഓടിപ്പോയില്ല. ദുനിയാവ് കിട്ടും എന്നറിട്ട്, കുറെ സ്വത്ത് കിട്ടും, ഞാൻ സ്വത്തായിട്ട് പെരയ്ക്ക് വന്നിരിക്കുകയാണ് എന്ന് പറയാൻ റസൂലുള്ളാന്റെ ഒരു ഭാര്യയും ഒരുമ്പെട്ടില്ല. എന്ന് മാത്രല്ല, ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ ആദ്യം തയ്യാറായി. എന്താ ആയിഷമ്മ പറഞ്ഞത്? വാപ്പാനോട് കൂടിയാലോചിക്കേണ്ട ആവശ്യമല്ല, ഞാൻ അള്ളാഹുവേയും അള്ളാന്റെ റസൂലിനെയും തെരഞ്ഞെടുത്തിരിക്കുന്നു, എനിക്കിത് മതി, എനിക്ക് ദുനിയാവ് വേണ്ട. തുടർന്ന് ഹഫ്സ, പിന്നെ റസൂലുള്ളാന്റെ ഭാര്യമാരെ ഒന്നിച്ച് ഒറ്റ സ്വരത്തിൽ ഒരാളും ശങ്കിക്കാതെ അവർ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്തുള്ള ജീവിതം അതേറെ കഷ്ടതയിലാണ്. നന്നായി ക്ഷമിക്കണം, സഹിക്കണം. ഭൗതിക വിഭവങ്ങളുടെ വിഷയത്തിൽ അവർ അത് തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഇത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരുടെ ശ്രേഷ്ഠതയും അവരുടെ മഹത്വമാണ് അറിയിക്കുന്നത്. അതുപോലത്തെ സ്ത്രീകളെ പ്രസവിക്കുവാൻ ആദമിന്റെ പെൺമക്കൾ അശക്തരാണ് അവരുടെ കാലശേഷം എന്നുള്ളതാണ് സത്യം. അത്രമാത്രം മഹത്വമുള്ള മഹദികളായിരുന്നു ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 11 ഭാര്യമാരുമായി വീട് കൂടിയിട്ടുണ്ട്. ആ 11 ഭാര്യമാരിൽ 2 പേർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ തന്നെ മരണപ്പെട്ടു. തിരുവിയോഗ സമയത്ത് 9 ഭാര്യമാർ ജീവിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട് കൂടിയ അവിടുത്തെ 11 ഭാര്യമാർ, ഒന്ന് ഖദീജ ബിൻത് ഖുവൈലിദ് അൽ അസദിയ, 2 സൗദ ബിൻത് സംഅ അൽ ഖുറഷിയ, 3 ആയിഷ ബിൻത് അബീബക്കർ അസ്ദീഖ് അത്തൈമിയ, 4 ഹഫ്സ ബിൻത് ഉമർ അൽ അദവിയ, 5 സൈനബ് ബിൻത് ഖുസൈമ അൽ ഹിലാലിയ അൽ മുസ്തലഖിയ, 6 സൈനബ് ബിൻത് ജഹ്ഷ് അൽ അസദിയ. സൈനബ് ബിൻത് ജഹ്ഷ് അൽ അസദിയ, റസൂലുള്ളാഹിക്ക് 2 സൈനബുമാർ ഭാര്യമാരായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവരുടെ വിവരണം പിന്നീട് വരും. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ 7ാമത്തേത് ജുവൈരിയ ബിൻതുൽ ഹാരിസ് അൽ ഹിലാലിയ, ഉമ്മു സലമ ഹിന്ദ് ബിൻത് അബി ഉമയ്യ അൽ ഖുറഷിയ. ഉമ്മു സലമ അവരുടെ വിളിപ്പേര് ഉമ്മു സലമയാണ്. ഹിന്ദ് ബിൻത് അബി ഉമയ്യ റളിയല്ലാഹു തആല അൻഹ. 8ാമത്തേത് റംല ബിൻത് അബി സുഫിയാൻ അൽ അമവിയ. പിന്നീട് സഫിയ ബിൻത് ഹുയൈ അൻ നദീരിയ അൽ ഖൈബരിയ, സഫിയ ബിൻത് ഹുയൈ. പിന്നീട് മൈമൂന ബിൻതുൽ ഹാരിസ് അൽ ഹിലാലിയ അൽ മുസ്തലഖിയ. ഇവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 11 ഭാര്യമാർ. ഈ ഭാര്യമാരിൽ 2 പേർ തിരുനബി ഇവിടെ ജീവിച്ച നാളിൽ വഫാത്തായി. ഒന്ന് ഖദീജ
ബിന്ത് ഖുവൈലിദ് അൽ അസദിയ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം കല്യാണം കഴിച്ച മഹദി. പിന്നെ തിരുനബിയുടെ വിയോഗ ജീവിത നാളിൽ തന്നെ മരണപ്പെട്ട മഹദിയാണ് സൈനബ് ബിന്ത് ഖുസൈമ അൽ ഹിലാലിയ. ഈ സൈനബ് ബിന്ത് ജഹ്ഷല്ല, ഈ സൈനബ് ഉമ്മുൽ മസാക്കീൻ, സാധുക്കളുടെ മാതാവ് എന്ന പേരിൽ ഖ്യാതി നേടിയ മഹദിയാണ്. ഈ സൈനബ് ബിന്ത് ഖുസൈമ അൽ ഹിലാലിയ തിരുനബിയോടൊപ്പം ഏതാനും മാസങ്ങൾ മാത്രമാണ് ജീവിതം പങ്കിട്ടിട്ടുള്ളത്. അപ്പൊ ഖദീജയും സൈനബ് ബിന്ത് ഖുസൈമയും തിരുദൂതരുടെ ജീവിത നാളിൽ തന്നെ മരണപ്പെട്ട മഹദികളാണ്. ബാക്കി 9 പേർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത നാളിൽ തിരുദൂതരോടൊപ്പം ഉണ്ടായിരുന്നു. തിരുവിയോഗ സമയത്ത് അവർ ജീവിച്ചിരുന്നു. ഈ ഭാര്യമാരിൽ ആദ്യമായി തിരുവിയോഗാനന്തരം മരണപ്പെട്ടത് സൈനബ് ബിന്ത് ജഹ്ഷാണ്. ഈ സൈനബ് ബിന്ത് ജഹ്ഷ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അമ്മായി ഉമൈമ എന്ന മഹദിയുടെ മകളാണ് സൈനബ് ബിന്ത് ജഹ്ഷ്. അവരുടെയൊക്കെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില ശകലങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരു ക്ലാസ്സിൽ, അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് സംസാരിക്കും. തിരു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഭാര്യമാരോടൊത്ത് ജീവിച്ചു. 11 ഭാര്യമാർ. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിന്റെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട് പറയുന്നത് എന്താ? തിരുദൂതരെ കുറിച്ച് പറയാണ്, വലാ ദറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇംറഅതൻ ഖത്ത് വകാന റജുലൻ ബസ്സാമ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ഭാര്യമാരിൽ ഒരാളെയും അടിച്ചിട്ടില്ല എന്നാണ്. ഒരിക്കലും. 11 ഭാര്യമാരെ ജീവിതത്തിൽ കൊണ്ടു നടന്ന ഒരു മഹാൻ ഒരു ഭാര്യമാരുടെയും ശരീരത്തിൽ കൈവച്ചില്ല എന്ന് പറയുമ്പോൾ തിരുനബിയുടെ വ്യക്തിത്വം എന്താ? പെരുമാറ്റ മഹാത്മ്യം എത്രയാണ്? ഒരു ഭാര്യമാരുള്ള പോലെ ഒന്ന് ആലോചിച്ച് നോക്കണി. എത്ര കാലം ഭാര്യമാരോട് ശകാരവർഷവും വഴക്കും, ഭാര്യമാരെ മേത്ത് കൈവെക്കാത്ത ഭർത്താക്കന്മാർ ഇല്ലാമൻ ഹാദാ റബ്ബി. പിന്നെ ആയിഷമ്മ പറയാണ്, റസൂലുള്ള ബസ്സാമായിരുന്നു. ബസ്സാം എന്ന് പറഞ്ഞാൽ നിറഞ്ഞ പുഞ്ചിരിയുടെ വാക്താവ് എന്നാണ്. തിരുദൂതർ അവിടുത്തെ പത്നിമാരോട് നിറഞ്ഞ പുഞ്ചിരി സമ്മാനിച്ച് ജീവിക്കുന്ന തിരുദൂതരായിരുന്നു എന്നാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്. അപ്പൊ റസൂലുള്ളാഹിന്റെ വ്യക്തിത്വം എന്താ? ഒരു യാത്ര പോകുമ്പോൾ തിരുദൂതർ ഭാര്യമാർക്കിടയിൽ നറുക്കെടുക്കും. എന്നിട്ട് നറുക്ക് വീണ ഭാര്യയെ കൂടെ കൊണ്ടുപോകുമായിരുന്നു. രോഗഗ്രസ്തനായി തിരുനബി കിടക്കുകയാണ്. ശയ്യാവലംബിയായി മാറുമ്പോൾ ഭാര്യമാരോട് ചോദിക്കുകയാണ്, ഞാൻ രോഗ ശുശ്രൂഷക്ക് എവിടെ കിടക്കും? ഒരു ഭാര്യനെ തെരഞ്ഞെടുത്തിട്ട് അങ്ങോട്ട് പോകുകയല്ല, ഞാൻ ഇന്ന ഭാര്യയുടെ അടുക്കലാണ് പാർക്കുന്നതെന്ന് തീരുമാനിച്ച് തീർപ്പാക്കി പറയല്ല. ആണുങ്ങൾക്ക് പറഞ്ഞൂടെ? പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരോട് ചോദിക്കുകയാണ്. 9 ഭാര്യമാരുണ്ട്. അവരോട് ചോദിക്കുകയാണ്, ഞാൻ എവിടെയാണ് കിടക്കുക? എന്തിന്? അവശനാണ്, രോഗിയാണ്, രോഗ ശുശ്രൂഷയിൽ ഞാൻ എവിടെ കിടക്കണം? അപ്പൊ ഭാര്യമാര് പറയാണ്, നിങ്ങൾ ആയിഷയുടെ വീട്ടിൽ താമസിച്ചോളിയും, കിടന്നോളിയും. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ രോഗ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് താമസിക്കുന്നത്. അത് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതയാണ്. മാത്രമല്ല തിരുദൂതരുടെ പത്നിമാരുടെ വലിപ്പവും മഹത്വവുമാണ്. അവർക്കുള്ള ആദരവാണ്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കഷ്ടപ്പെടുത്തിയില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദ്ദേശം മനസ്സിലാക്കി അവർ അവസരത്തിനൊത്ത് പെരുമാറുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ മാതാക്കളായിട്ട് ഈ മഹദികളെ ഉയർത്തിയത്. അവർ ഈ ദുനിയാവിൽ മാത്രമല്ല റസൂലുള്ളാഹിന്റെ ഭാര്യമാർ, പിന്നെയോ നാളെ ആഖിറത്തിലും റസൂലുള്ളാഹിന്റെ ഭാര്യമാരാണ്. സ്വർഗീയ ഹൂറുകളല്ല മാത്രമല്ല റസൂലുള്ളാഹിന്റെ ഭാര്യമാർ, പിന്നെ ഈ ഭാര്യമാരാണ്. ഹഫ്സയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു സമയം വിവാഹമോചനം നടത്തേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. ഹഫ്സ ബിന്ത് ഉമറിനെ
അള്ളാഹുവിന്റെ വഹി ഇറങ്ങി, മലക്ക് ജിബ്രീൽ വന്ന്. എന്നിട്ട് എന്താ പറഞ്ഞത്? റസൂലുള്ളാഹിനോട് ഹഫ്സയെ മടക്കിയെടുക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞത് എന്താ? ഇന്നഹാ സവ്വാമത്തുൻ ഖവ്വാമ, രാത്രി നമസ്കരിക്കുന്ന, പകലിൽ ഐച്ഛികമായി നോമ്പ് വർദ്ധിപ്പിക്കുന്ന മഹദിയാണ് ഹഫ്സത്ത്. അവർ സ്വർഗത്തിൽ നിങ്ങളുടെ ഭാര്യയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത് വഹിയിലൂടെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ, അവരുടെ ശ്രേഷ്ഠതയും മഹത്വവുമാണ് സഹോദരന്മാരെ നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത്. തിരുദൂതർ ബഹുഭാര്യത്വം സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ ചിലർ വാചാലരാകാറുണ്ട്. എല്ലാ സ്ത്രീകളുടെ പ്രശ്നങ്ങളും ലൈംഗിക പ്രശ്നങ്ങളായിട്ട് മാത്രം വായിക്കുവാൻ സാധിക്കുന്ന പക്ഷവായന നടത്തുന്ന ചില ചളികെട്ടിയ തലച്ചോറിന്റെ ആളുകളുണ്ട്, ചില വികാരജീവികൾ. അവർക്കൊക്കെ ലൈംഗികതയും വികാരമാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹങ്ങളെക്കുറിച്ചും അവർക്ക് അതിലപ്പുറം ചിന്തിക്കാൻ സാധിക്കൂല. എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ബഹുഭാര്യമാരെ സ്വീകരിച്ചത്? തന്റെ ഇച്ഛ നിഗ്രഹത്തിനും വികാരപൂരണത്തിനും ആയിരുന്നു. റസൂലുള്ള രണ്ടാമത് കല്യാണം കഴിച്ചത് സൗദ ബിൻത് സമ്മയാണ്. തിരുനബി അവരെ കല്യാണം കഴിക്കുമ്പോൾ അവരുടെ വയസ്സ് 60-നോടടുത്താണ്. 60-നോടടുത്ത്, ചില റിപ്പോർട്ടുകളിൽ 60-ന് മേലെയാണ്. തിരുദൂതരുടെ പൗരുഷത്തിന്റെ നിറവിൽ, യൗവനത്തിന്റെ തുടിതുടിപ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരു ഭാര്യയാണ് നിലനിർത്തിയത്. അന്ന് മക്കക്കാര് പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദേ നിനക്ക് പെണ്ണാണ് വേണ്ടത് എങ്കിൽ ഖുറൈശികളിൽ അവരുടെ പെൺമക്കൾ ധാരാളമുണ്ട്, ഞങ്ങൾ കെട്ടിച്ചു തരാന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് അനുകൂലമായി പറഞ്ഞിരുന്നുവെങ്കിൽ പെണ്ണുങ്ങൾ വരിയിൽക്കായിരുന്നു. അന്ന് കല്യാണം കഴിച്ചിട്ടില്ല റസൂലുള്ള. തിരുനബിയുടെ 50-ാമത്തെ വയസ്സിൽ ഖദീജ റളിയല്ലാഹു തആല അൻഹ മരണപ്പെട്ടതിന് ശേഷമാണ് തിരുനബിയുടെ പിഞ്ചു മക്കൾ വീട്ടിൽ, ഖദീജയിൽ നിന്നുള്ള കുട്ടികൾ. അപ്പൊ ഹൗല ബിൻതുൽ ഹക്കീം പറയാണ്, റസൂലെ കുട്ടികൾ, നിങ്ങൾ തനിച്ച് മറ്റൊരു കല്യാണം കഴിച്ചൂടെ എന്ന് ഹൗല പറയുമ്പോൾ റസൂലുള്ള പറയാണ്, ആരെ? അപ്പൊ പറയാണ്, സൗദയുണ്ട്. സൗദയും ഭർത്താവ് സുക്രാനും ഹബശീനയിലേക്ക് ഹിജറ പോയതാ. ആ ഹിജറ കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ സൗദ ബിൻത് സമ്മയുടെ ഭർത്താവ് സുക്രാൻ മരിച്ച്, വിധവയായ സൗദയെ സംരക്ഷിക്കണം. ആ സൗദക്കൊരു ജീവിതം, തിരുനബിക്കൊരു സഹായം, അതിനുവേണ്ടിയാണ് സൗദയെ കല്യാണം കഴിക്കുന്നത്. അവരുടെ 60-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 60-നോടടുത്ത വയസ്സിലാണ് റസൂലുള്ള തന്റെ രണ്ടാമത്തെ കല്യാണം കഴിക്കുന്നത്. വികാരപൂരണവും ലൈംഗികമായ ദാഹം തീർക്കലുമായിരുന്നു തിരുനബിയുടെ ലക്ഷ്യമെങ്കിൽ ഈ 60 വയസ്സുകാരിയായ വൃദ്ധയെ തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തന്റെ ജീവിത സഖിയാക്കി നിലനിർത്തുമായിരുന്നു, തെരഞ്ഞെടുക്കുമായിരുന്നു. മറ്റ് ചില വിവരങ്ങൾ കൂടി ഈ വിഷയത്തിൽ നമുക്ക് തുടർന്ന് മനസ്സിലാക്കാനുണ്ട്. ഉമ്മി സലമയെ കല്യാണം കഴിച്ചതിൽ, സൈനബ് ബിൻത് ഖുസൈമയെ കല്യാണം കഴിച്ചതിൽ, അതേപോലെ മറ്റു ചില ഭാര്യമാരുടെ വിഷയത്തിൽ ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ ആ ഭാഗം നമ്മൾ തുടർന്ന് മനസ്സിലാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ തൗഫീഖേകി അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.